ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLലെ റഫറിമാരുടെ നിലവാരം നാൾക്കുനാൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷിയാവേണ്ടി വരുന്നത്. ഈ സീസണിൽ എത്രയോ തവണ റഫറിമാർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ രാഹുൽ KPക്ക് റെഡ് കാർഡ് നൽകിയത് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു. മാത്രമല്ല എത്രയോ തവണ റെഡ് കാർഡ് നൽകിക്കൊണ്ട് പിന്നീട് അത് പിൻവലിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഐബൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒഡീഷയുടെ പരിശീലകനായ സെർജിയോ ലൊബേറയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വിൽമർ ജോർദാൻ്റെ കാര്യത്തിലും അർമാൻഡോ സാദിഖുവിൻ്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ റഫറിമാർക്ക് നിരവധി തെറ്റുകൾ പറ്റിയ ഒരു സീസൺ കൂടിയാണ് ഇത്. ഏതായാലും ഇന്ത്യൻ റഫറിമാരുടെ കാര്യത്തിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ട ചില മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റുകൾ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകൻ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ISLൽ റഫറിമാരുടെ കാര്യത്തിൽ നടപ്പിലാക്കേണ്ട മാറ്റങ്ങളാണ് ഇദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. അതായത് ഉടൻ തന്നെ വിദേശ റഫറിമാരെ നിയമിക്കണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സാധ്യമായ എത്രയും വേഗത്തിൽ വിദേശ റഫറിമാരെ കൊണ്ടുവരുന്നതാണ് ഈ ഒരു മോശം റഫറിങ്ങിനുള്ള ഏറ്റവും മികച്ച പരിഹാരമെന്ന് ഈ ആരാധകൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബേസിക് റൂൾസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് നൽകണം എന്നതുകൂടി ഇദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ റഫറിമാർക്ക് അടിസ്ഥാനപരമായ വിവരങ്ങൾ പോലും ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വാർ നടപ്പിലാക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം വാർ കൊണ്ടുവന്നാൽ അത് തീർച്ചയായും റഫറിമാർക്ക് വളരെയധികം സഹായകരമായ ഒരു കാര്യമായിരിക്കും. ഇന്ത്യയിലെ റഫറിമാർക്ക് ആർക്കും തന്നെ വലിയ എക്സ്പീരിയൻസ് ഇല്ല. അത് തീർച്ചയായും ഒരു വലിയ തിരിച്ചടിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മയുടെ അഭാവം വലിയ രൂപത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ റിവോക്ക് ചെയ്തതിന് ശേഷം അഥവാ പിൻവലിച്ചതിന് ശേഷം അവർക്ക് സ്വയം നാണക്കേട് തോന്നേണ്ടതുണ്ട് എന്ന ഒരു കാര്യം കൂടി ഇദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഇത്രയും പോയിന്റുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ വിദേശ റഫറിമാരെ നിയമിക്കുക, അതുപോലെ തന്നെ വാർ നടപ്പിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വാർ നടപ്പിലാക്കണമെങ്കിൽ സാമ്പത്തിക ചിലവ് വരുന്നു. അതുപോലെ തന്നെ വിദേശ റഫറിമാരെ കൊണ്ടുവരണമെങ്കിൽ ഒരു വലിയ സാമ്പത്തിക ചിലവ് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു സാമ്പത്തിക ചിലവുകൾ ഒന്നും ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനോ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.